ശബരിമല തന്ത്രിസ്ഥാനത്ത് നിന്ന് താഴ്മൺ കുടുംബത്തെ നീക്കണമെന്ന ബി.ജെ.പി. വൈസ് പ്രസിഡന്റ് കെ.എസ്. രാധാകൃഷ്ണന്റെ ആവശ്യത്തിന് പാർട്ടിയിൽ നിന്നും പിന്തുണയില്ല. സംഘപരിവാർ സംഘടനകളും മൗനം പാലിക്കുകയാണിതിൽ. താഴ്മൺ കുടുംബത്തെ മാറ്റണമെന്ന് പറഞ്ഞത് ബി.ജെ.പി. നയത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് കെ.എസ്. രാധാകൃഷ്ണൻ വിശദീകരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കേസിൽ അറസ്റ്റിലായ കണ്ഠരര് രാജീവര് മകനെ തന്ത്രിയായി നിയമിക്കണമെന്ന ആവശ്യമുന്നയിച്ചതിന് പിന്നാലെയാണ് ശബരിമല തന്ത്രിസ്ഥാനത്ത് നിന്ന് താഴ്മൺ കുടുംബത്തെ മാറ്റണമെന്ന ആവശ്യവുമായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ രംഗത്ത് വന്നത്. എന്നാൽ കെ.എസിന്റെ നിലപാടിന് ബി.ജെ.പിയിൽ നിന്ന് പിന്തുണ ലഭിച്ചിട്ടില്ല. താൻ പറഞ്ഞത് ബി.ജെ.പി. നയമാണ്, നിലപാട് പറയേണ്ടത് ബി.ജെ.പിയിലെ ഉത്തരവാദിത്തപ്പെട്ടവരാണെന്ന് കെ.എസ്. രാധാകൃഷ്ണൻ വിശദീകരിച്ചു. താഴ്മൺ കുടുംബത്തെ മാറ്റണമെന്ന് ബി.ജെ.പിക്ക് നിലപാടുണ്ടോ എന്നുള്ളതല്ല, കളങ്കിതരായിട്ടുള്ളവർ ആ പദവിയിൽ ഇരിക്കരുത് എന്നുള്ളത് ബി.ജെ.പിയുടെ നിലപാടാണ്. ബി.ജെ.പിയുടെ ഇക്കാര്യത്തിലുള്ള നയമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അയാൾ സെക്കുലർ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ളൊരു കുട്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ മകൻ 15 കൊല്ലം 16 കൊല്ലം 17 കൊല്ലം ഒക്കെ എടുക്കും സെക്കുലർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. ഈ 17 കൊല്ലം ഇതൊക്കെ പോയിരുന്ന ഒരാൾക്ക് തന്ത്രം പഠിക്കാനുള്ള സമയമുണ്ടാകും. 5 കൊല്ലം പഠിക്കണമെന്നാണ് പറയുന്നത് തന്ത്ര വിദ്യാപീഠത്തിൽ. ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനയും കെ.എസ്. രാധാകൃഷ്ണനോട് അകലം പാലിക്കുകയാണ്. തന്ത്രി കുടുംബത്തെ മാറ്റുന്നതിൽ ആചാര്യന്മാരുടെ സംഘടനയാണ് തീരുമാനം എടുക്കേണ്ടതെന്ന് ഹിന്ദു ഐക്യവേദി വ്യക്തമാക്കി. അതേസമയം ശബരിമല തന്ത്രി സംശയത്തിന്റെ നിഴലിലാണെന്ന് ദേവസ്വം മന്ത്രി കെ. മുരളീധരൻ പറഞ്ഞു. അവർക്കൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇത്തവണ പൂജയ്ക്ക് തന്ത്രി വേണം. അത് ബോർഡ് ഉത്തരവാദിത്തം കൈകൊള്ളും. അപ്പോൾ അതിൻ്റെ കാരണം എന്താ അറിയോ? കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുന്നതുകൊണ്ട് ആ പേര് പറഞ്ഞ് ദേവസ്വം ബോർഡും കൈ കഴുകുന്നു, ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ കഴിയുന്നു. ആ ഒരു അവസ്ഥ മാറണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കെ.എസ്. രാധാകൃഷ്ണന്റെ ആവശ്യത്തിൽ പ്രതികരണം ആരായുമ്പോൾ സംസ്ഥാന അധ്യക്ഷൻ പറയട്ടെ എന്ന നിലപാടാണ് മുതിർന്ന ബി.ജെ.പി. നേതാക്കൾ ഉൾപ്പെടെ സ്വീകരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.